ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേറ്ററ്റിൻ്റെ സീരീസിലെ അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ കേറ്ററ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റാൻഡമായിട്ട് കുറച്ച് ടോപ്പിക്സാണ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങളിതെല്ലാം കണ്ട് സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സൈക്കോളജിയുടെ ബ്രാഞ്ചസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2017 LP എക്സാമിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നിങ്ങൾക്ക് കേറ്ററ്റിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ദാറ്റ് ഈസ് നോട്ട് അപ്ലൈഡ് സൈക്കോളജി. നമ്മൾ ഓൾറെഡി ഏതൊക്കെ ടൈപ്പാണ് സൈക്കോളജിയുടെ ബ്രാഞ്ച് ഏതൊക്കെയാണ് പഠിച്ചത്? പ്യുവർ സൈക്കോളജിയും ഉണ്ടായിരുന്നു, അപ്ലൈഡ് സൈക്കോളജി ഉണ്ടായിരുന്നു അല്ലേ. കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? അപ്ലൈഡ് സൈക്കോളജി അല്ലാത്തത് ഇതിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കിക്കേ, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്, അബ്നോർമൽ സൈക്കോളജി ഉണ്ട്, ക്രിമിനൽ സൈക്കോളജി ഉണ്ട്. ഇതിൽ അപ്ലൈഡ് ഏതാ? നമ്മൾ ക്ലിനിക്കൽ അപ്ലൈഡ് സൈക്കോളജിയുടെ അണ്ടറിലാണ് പഠിച്ചതല്ലേ. അതേപോലെ എഡ്യൂക്കേഷണലും ചൈൽഡ് സൈക്കോളജിയും തമ്മിൽ തിരിഞ്ഞു പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. എഡ്യൂക്കേഷണൽ ഏതിൽ വരുന്നതാണ്? അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ് അല്ലേ. നമ്മുടെ ചൈൽഡ് സൈക്കോളജിയാണ് ഏതിൽ വരുന്നത്? പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. അത് തമ്മിൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ്, പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ അടുത്തതാണ് നമ്മുടെ അബ്നോർമൽ സൈക്കോളജി. അത് ഏതിൻ്റെ അകത്ത് വരുന്നതാണ്? അപ്ലൈഡ് ആണോ? അല്ല, പ്യുവർ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? അബ്നോർമൽ സൈക്കോളജി. പിന്നെ ഏതാണുള്ളത്? ക്രിമിനൽ സൈക്കോളജി. അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? നമ്മുടെ അപ്ലൈഡ് സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? ക്രിമിനൽ സൈക്കോളജി. അപ്പം ഇതിൽ അപ്ലൈഡ് അല്ലാത്തത് ഏതാണ്? അബ്നോർമൽ സൈക്കോളജി അല്ലേ. അപ്പോൾ അതാണ് എന്ത്? ഓഡ് വൺ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്ര സമീപനങ്ങൾ അഥവാ അപ്രോച്ചസ് ടു സൈക്കോളജി. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് 5 തരത്തിലാണ് ഉള്ളത്. 5 എണ്ണവും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ മെയിൻലി 5 ടൈപ്പാണ് അപ്രോച്ചസ് ഉള്ളത്. നമ്മുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന 5 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വ്യവഹാരിക സമീപനം അഥവാ ബിഹേവിയറൽ അപ്രോച്ച്. ഓരോ അപ്രോച്ചും അതിൻ്റെ പ്രൊപ്പണൻ്റ് ആരാന്നും മെയിനായിട്ട് വരുന്ന സൈക്കോളജിസ്റ്റുകളുടെ പേരും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം നമ്മുടെ ബിഹേവിയറൽ അപ്രോച്ച് അഥവാ വ്യവഹാരിക സമീപനത്തിൽ ആരാണ്? JB വാട്സൺ ആണ് അവിടെ മെയിൻ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ സ്കിന്നർ, പാവ്ലോവ്, തൊണ്ടേക്ക് ഇവരൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് വൈജ്ഞാനിക സമീപനം അഥവാ കൊഗ്നിറ്റീവ് അപ്രോച്ച്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആരെ ഓർക്കണം? നമ്മുടെ പിയാഷേനെ ഓർക്കണം അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രൂണർ ഉണ്ട്. സോഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ വൈഗോട്സ്കി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്. നമ്മൾ ഓൾറെഡി പഠിച്ചു. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ BEd പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4th സെമ്മിലായിരിക്കും സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് മെയിനായിട്ട് പഠിക്കുന്നത്, തിയറിയൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷേ ഇത് പഠിച്ചിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? മനോവിശ്ലേഷണ സമീപനം. അപ്പോൾ അതാരായിരിക്കും? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മെയിൻ പ്രൊപ്പണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? ബാല്യകാല അനുഭവങ്ങൾ വളരുമ്പോൾ മാനസികമായി ബാധിക്കും. നമ്മുടെ കൊച്ചിലെ ഉള്ള ട്രോമാസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരുന്നതനുസരിച്ച് എന്താണ് നമ്മളെ മെൻ്റലി അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് പറയുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡും സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് ഇതിൻ്റെ അകത്ത് ഈ ഒരു അപ്രോച്ചിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന ബോധതലം അഥവാ കോൺഷ്യസ് മൈൻഡ്, അടുത്തത് അബോധതലം, അത് അൺകോൺഷ്യസ് മൈൻഡ്, അടുത്തത് ഉപബോധതലം, അതായത് സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പം നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിൻ്റെ പ്രൊപ്പണൻ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് എന്താണ് ചെയ്തത്? നമ്മുടെ മനസ്സിനെ 3 തലങ്ങൾ, 3 ലെവൽസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അപ്പോഴേ ഓർത്തണം ആരാണത്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഇനി മനസ്സിൻ്റെ
ഓരോ 3 ലെവലാക്കി മനസ്സിനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ മനസ്സിൻ്റെ ഘടന, അതായത് നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രക്ചറിനെയും അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ്? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ ഓർത്തിരിക്കണം. അതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ബിഹേവിയറൽ അപ്രോച്ച് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം അത് നോക്കി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏതാ നോക്കിയത്? സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് നോക്കി അല്ലേ. ഇനി അടുത്തതാണ് ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച്. അപ്പം അതെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ ചിന്ത, വികാരങ്ങൾ നാഡീവ്യവസ്ഥയിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ഇമോഷൻസ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ന്യൂറോളജിക്കലുമായി ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നതെന്നാണ് എന്ത് പറയുന്നത്? ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അടുത്തത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. അതിൻ്റെ പ്രൊപ്പണൻറ്റും നിങ്ങൾ ഉറപ്പായും ഓർത്തിരിക്കണം. മാനവിക സമീപനം. അപ്പോൾ അതാരാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോ ആണ് മെയിനായിട്ട്. പിന്നെ കാൾ റോജേഴ്സ് അതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലെന്താണ്? ഭൗതികവും ആത്മീകവുമായ ലക്ഷ്യങ്ങളുള്ള ജീവിയാണ് മനുഷ്യൻ എന്നാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പറയുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഭൗതികവും ആത്മീകവുമായ ലക്ഷ്യങ്ങളുള്ള ജീവിയാണെന്നാണ് നമ്മുടെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അഥവാ മാനവിക സമീപനം അവകാശപ്പെടുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓരോ സൈക്കോളജിക്കൽ അപ്രോച്ചും അതിൻ്റെ അകത്ത് വരുന്ന മെയിൻ പോയിൻറ്റ്സും പ്രൊപ്പണൻറ്റും ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൈക്കോളജിയുടെ ബ്രാഞ്ച് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളതും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എക്സാംസിന് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ടും കൂടി കൂടെ പ്രിപ്പയർ ചെയ്ത് പോകുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.